ഏറ്റവും നല്ല രാത്രി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം, ലൈലത്തുൽ ഖദറാണത്. എന്നാൽ ഏറ്റവും നല്ല പകലോ അറഫയുടെ ദിനമാണത്. ഒരുപാട് ആളുകൾ നരകമോചനം നേടുന്നൊരു ദിവസം. പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന്, ഏറ്റവും നല്ല പ്രാർത്ഥന ആ ദിവസത്തേതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ദിവസം. ഇസ്ലാമിനെ സമ്പൂർണ്ണമാക്കി നമുക്ക് അവതരിപ്പിച്ചു തന്ന ദിവസം. അള്ളാഹു മലക്കുകളെ വിളിച്ചിട്ട് തൻ്റെ സമുദായത്തെ കാണിച്ച് അഭിമാനം കൊള്ളുന്ന ദിവസം. ഹജ്ജാജിമാരായ 20 ലക്ഷത്തിൽ പരം ആളുകൾ ഒരേ പ്രാർത്ഥനയോടെ, ഒരേ വേഷത്തിൽ, ഭാഷ, വർണ്ണ, വർഗ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കൂടുന്ന ദിവസം. അന്നേ ദിവസം ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് നോമ്പ് സുന്നത്തുണ്ട്. കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും എല്ലാ പാപങ്ങളും പൊറുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലൊരു ഓഫർ വേറൊരു സംഗതിക്കും മുന്നോട്ട് വെച്ചിട്ടില്ല. വരാനിരിക്കുന്ന ഒരു വർഷം എന്ന് പറയുമ്പോൾ ആ ഒരു വർഷത്തെ ആയുസ് നീട്ടിക്കിട്ടുമെന്ന് വരെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ദിവസം, ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ഹജ്ജത്തുൽ വിദാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ദിവസം. ആ ദിവസത്തെ നമ്മൾ മുതലെടുക്കണം. തീർച്ചയായിട്ടും എന്ത് ചോദിച്ചാലും തരാൻ നമ്മൾ റബ്ബ് തയ്യാറാണ്. ചോദിക്കുക എന്നുള്ളൊരു ചെറിയൊരു ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ, പ്രത്യേകിച്ചും അറഫയുടെ ദിവസം. അതുകൊണ്ട് ആ ദിവസം നമ്മൾ പ്രാർത്ഥന നിർഭരമായി തന്നെ കഴിഞ്ഞുകൂടുക. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വല്യാപ്പയും വല്യമ്മയും ഒരുമിച്ച് ചേർന്ന, ദുനിയാവിൽ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലത്ത് ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ ആ ദിവസത്തെ കൂടുതൽ ധന്യമാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥന അധികരിപ്പിക്കുക. 1000 ഇഖ്ലാസെങ്കിലും പറ്റുന്നവരെല്ലാം ചൊല്ലിത്തീർക്കുക.